ഹലോ, ഈ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഇന്നെൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. ഒരു 5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എൻ്റെ കോളേജ് ലൈഫ് പൂർത്തിയായി. ഈ +2 കഴിഞ്ഞ ടൈമിൽ എന്ത് സബ്ജക്റ്റ് എടുക്കണമെന്ന ക്വസ്റ്റ്യൻ വന്നപ്പോൾ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അഗ്രികൾച്ചർ എന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ കോളേജ് കണ്ടെത്തി. അമൃത യൂണിവേഴ്സിറ്റി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ. 2020 കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. കൊറോണ ബാച്ച് ആയതുകൊണ്ട് തന്നെ ആദ്യ 2 വർഷം ക്ലാസ് എല്ലാം ഓൺലൈനായിരുന്നു. ഓൺലൈൻ ഫ്രണ്ട്സ്, ക്ലാസ്സിന് വേണ്ടി വാങ്ങിയ പുതിയ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ കൂടി ആയപ്പോൾ ഒരുപാട് സന്തോഷം. ഓൺലൈൻ ആയാലെന്താ, അസൈൻമെൻറ്റ്സ്, റെക്കോർഡ്, എക്സാം ഒന്നും ഒരു കുറവുമില്ലായിരുന്നു. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കോളേജ് ഓപ്പണായി. ഇനി ഞങ്ങളുടെ ഫുഡിനെ പറ്റി പറയാം. ഞങ്ങൾ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ഫുഡാണ് കോളേജ് മെസ്സിലുള്ളത്. ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും രാത്രി ആയാലും കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ. ഓൺലൈൻ കണ്ടുമുട്ടിയ ഫ്രണ്ട്സും നേരിട്ട് കണ്ടെത്തിയവരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സർക്കിളിനെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്. പക്ഷേ കോളേജ് ലൈഫ് ഭയങ്കര രസമായിരുന്നു. ഇൻസെറ്റ് കളക്ഷനാണ് അതിലെടുത്ത് പറയേണ്ടത്. ആദ്യത്തെ സെമ്മിൽ ഏതെങ്കിലും ഒരു 50 ഇൻസെറ്റിനെ പിൻ ചെയ്യാനാണെങ്കിൽ പിന്നെ അത് ബെനിഫിഷ്യലായിട്ടുള്ള 50 ഇൻസെക്റ്റും പിന്നെ അത് ഹാംഫുൾ ആയിട്ടുള്ള 50 ഇൻസെക്റ്റിനെയും പിൻ ചെയ്യണമെന്നായി. ഈ ഓരോ സെമ്മിൽ ഈ 50 ഇൻസെക്റ്റിനെ കൊല്ലുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്, ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ ചെയ്താലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ചെയ്യുന്ന ടൈമോ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ തലേ ദിവസം. ഈ ബോക്സൊക്കെ ശരിയാക്കി ഇൻസെക്റ്റിൻ്റെ പേരും എഴുതി വരുമ്പോഴത്തേക്ക് സമയം 3 മണി. അതെല്ലാം ഒതുക്കി വെച്ച് നാളത്തെ എക്സാമിന് വേണ്ടി പഠിക്കുകയും ചെയ്യണം. അന്നത്തെ ദിവസം എന്തായാലും ഉറക്കമില്ല. പഠിച്ചും കഴിഞ്ഞ് ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് കിടന്ന് രാവിലെ എക്സാമിന് പോവുക. ഞാനിതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഡിഡ് ഇറ്റ്, എനിക്ക് പറ്റി. അങ്ങനെ എത്രയോ എക്സാമിൻ്റെ തലേന്ന് മാത്രം ബുക്ക് തുറക്കുന്ന ഞാനും എൻ്റെ കൂട്ടുകാരുമുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും നല്ല മെമ്മറി ഞങ്ങളുടെ ഫീൽഡ് ട്രിപ്സാണ്. എല്ലാ സെമ്മിലും ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫീൽഡ് ട്രിപ്സ് ഉണ്ടാവും. ഇതിൽ തന്നെ ഊട്ടി ഞങ്ങൾ ഒരു 5-6 പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 3 മണിക്കെങ്കിലും കോളേജിൽ നിന്ന് ഇറങ്ങി രാത്രി ഒരു 1 മണി 2 മണിയാവും ഞങ്ങൾ തിരിച്ചു വരാൻ. എല്ലാം വണ്ടി ട്രിപ്പായിരിക്കും. പിന്നെ 7th സെം എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ 7th സെമ്മാണ്. 3rd ഇയറോടെ ഞങ്ങളുടെ എക്സാംസ് എല്ലാം കഴിയും. പിന്നുള്ളത് 7th സെം, അതായത് 4th ഇയർ. നോ ബുക്ക് നോ ടെക്സ്റ്റ്. ഇതിൽ കുട്ടികളെ ഇടുന്ന ഒരു പാറ്റേണിന് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ കൂട്ടുകാരെ ഒരിക്കലും നമ്മുടെ കൂടെ എടുത്തില്ല. പക്ഷെ അതിന് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മൾ കുറേ പേരെ അറിയുന്ന ആ ടൈമിലായിരിക്കും. സോ ഇതാണ് എൻ്റെ ഗ്രാജുവേഷൻ്റെ ഫൈനൽ ലുക്ക്. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടാവാം. അമ്മ വന്ന് കുറച്ച് പിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ റെഡിയായി. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു, ഞങ്ങൾ ഇറങ്ങി കോളേജിലോട്ട് പോവുകയാണ്. സോ ഇനി കുറച്ച് ക്ലിപ്സ് ആവാം. മനമേതോ പാടും കിളിയായി ഒരു വിച്ചിത്തിന്നൽ തേരിൽ മണലോരം നീളെ അതിരിടാതാനിലായി പാറുന്നു പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാതാനിലായി പാറുന്നു പറവകൾ പോലവേ. ഈ നിമിഷം പറയാനുള്ള കഴിച്ചിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ എന്നെ ഫ്രണ്ട്സാ? എല്ലാം കാണിച്ചിട്ടുണ്ട്. മഴവില്ലിനാലിഴമേഞ്ഞിടും അഴകിൻ കൂട് തളിരിളം ചൂടിൽ ആ
പുലരിപ്പു മെല്ലെ മെല്ലെ ഇതളി സ്പോർട്സിൽ വലിയ കലാകാരിയാണ്. ജാവലിൻ ത്രോ, വോളിബോൾ